ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഐറ്റലിൻ്റെ 5232 എന്ന് പറയുന്ന മോഡലിൻ്റെ ഡെഡ് ഫോണ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് വീഡിയോ ശ്രദ്ധിച്ച് കാണുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മോഡിലിട്ടേച്ച് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുക. ഇത് കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. ഇപ്പുറത്തെ സൈഡ് ചെക്ക് ചെയ്യുക. ഇതും കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഈ പ്രോബ് ഇത് വെച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. സെൻട്രലിലെ ലൈന് VLC കണക്ഷനും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ലൈൻ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നാ. സാധാരണ ഇങ്ങനെ കണ്ടിന്യൂറ്റി പ്രോബിലിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂറ്റി കാണിക്കുന്നു, തിരിച്ചും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടെന്നൊരിക്കൽ ഫോൺ ഓൺ ആകത്തില്ല. അത് ഷോർട്ടിങ് പ്രശ്നമായിരിക്കും. ഷോർട്ടിങ്ങിൽ സാധാരണ വരാറുള്ളത് ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടാകും, ബാറ്ററി കോണ്ടാക്റ്റിൻ്റെ ഇവിടെ. ആ കപ്പാസിറ്ററിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടുവരാം. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആ കപ്പാസിറ്റർ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തേച്ച് നിങ്ങൾ നോക്കുക. എന്നിട്ട് ഷൂട്ടിങ് പോയെന്ന് ചെക്ക് ചെയ്യുക. ഒരു സൈഡിലേക്ക് കണ്ടിന്യൂറ്റി കാണിക്കണം. തിരിച്ച് പ്രോബ് സെറ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കരുത്. പിന്നെ വരാൻ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഈ കമ്പോണൻസിലാണ്. ഈ ഫോണിൽ ഈ കമ്പോണൻസ് നിങ്ങൾ മാറ്റി വയ്ക്കുക. ഇവിടെ ഒരു 2 കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഈ 2 കപ്പാസിറ്ററിലും ഷൂട്ടിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ കപ്പാസിറ്റർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഇതിൽ ഷൂട്ടിങ് വരാൻ സാധ്യതയുള്ള കൂടുതൽ സാധ്യതയുണ്ട്. ഈ ഐറ്റലിൻ്റെ ഷൂട്ടിങ് റിമൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കാണണമെങ്കിൽ നിങ്ങൾ ഈ മുകളിൽ കാണിക്കുന്ന കാർഡ് പോലുള്ള ചിഹ്നത്തിൽ ഞെക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് നോക്കാം. അപ്പോൾ ഇത് അടിയിൽ നിന്നാണ് ഇതിൻ്റെ ഹീറ്റ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഇച്ചിരി ഫ്ലെക്സ് ഇടുക. പതുക്കെ കണക്ടർ എടുത്തേച്ച് ഇച്ചിരി ലെഡ് അപ്ലൈ ചെയ്തേച്ച് പിന്നെ കണക്ടർ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെന്നൊരിക്കൽ ചുമ്മാ നനക്കി വെച്ച് നോക്കുക. ഞാനിപ്പോൾ ചെയ്തത് കണക്ടർ എടുത്തു, ഇച്ചിരി ലെഡ് അപ്ലൈ ചെയ്തു, എന്നിട്ട് കണക്ടർ ആ പഴയ കണക്ടർ തന്നെ വീണ്ടും വെച്ചു. നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് വീണ്ടും കാണിക്കുന്നില്ല. ഇപ്പുറത്തെ സൈഡ് കാണിക്കുന്നുണ്ട്, ഈ സൈഡ് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് അടിയിൽ നിന്നാണ് ഇതിൻ്റെ ഹീറ്റ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഇച്ചിരി ഫ്ലെക്സ് ഇടുക. പതുക്കെ കണക്ടർ എടുത്തേച്ച് ഇച്ചിരി ലെഡ് അപ്ലൈ ചെയ്തേച്ച് പിന്നെ കണക്ടർ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെന്നൊരിക്കൽ ചുമ്മാ നനക്കി വെച്ച് നോക്കുക. ഞാനിപ്പോൾ ചെയ്തത് കണക്ടർ എടുത്തു, ഇച്ചിരി ലെഡ് അപ്ലൈ ചെയ്തു, എന്നിട്ട് കണക്ടർ ആ പഴയ കണക്ടർ തന്നെ വീണ്ടും വെച്ചു. നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് വീണ്ടും കാണിക്കുന്നില്ല. ഇപ്പുറത്തെ സൈഡ് കാണിക്കുന്നുണ്ട്, ഈ സൈഡ് കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിങ് പോയെന്നാണ് വിചാരിക്കുന്നതല്ല, ഷൂട്ടിങ് പോയിട്ടുണ്ടാവും. നമുക്ക് ഈ ഫോൺ ഓണാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡെഡ് ഫോണ് റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ല നിങ്ങൾക്ക് വീഡിയോകൾ നഷ്ടമായേക്കാം.
അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.